ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ട്വിസ്റ്റഡ് ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഈ ഒരു സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ സ്റ്റിച്ച് ബോർഡിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് സ്റ്റിച്ചിൻ്റെ പേര് എഴുതി കൊടുത്തിട്ടുണ്ട്. 3 ലെയറിലാണ് ത്രെഡ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു അറ്റത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം. നീഡിൽ താഴെ നിന്ന് മുകളിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അല്പം മുന്നോട്ടേക്കൊന്ന് കുത്തി കൊടുക്കാം. നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ഉപയോഗിച്ച് ഡ്രസ്സിലൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് 6 ലെയറിൽ ത്രെഡ് എടുത്താൽ മതിയാവും. ഇപ്പോൾ ചെയ്യുമ്പോൾ 3 മാത്രം മതി. നീഡിലിത അല്പം മുന്നോട്ടേക്കൊന്ന് നമുക്ക് കുത്തി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ത്രെഡ് നമ്മൾ മുകൾ വശത്തൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ട്വിസ്റ്റഡ് ചെയിൻ വരുന്ന സമയത്ത് നീഡിലിൻ്റെ ബാക്ക് വശത്തൂടെ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ മുകൾ വശത്തോടെ ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം പതുക്കെ വലിച്ചു കൊടുക്കാം. ത്രെഡിന് ഉടക്കൊന്നും വീഴാതെ വേണം പതുക്കെ വലിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലൊരു സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റിച്ച് കഴിഞ്ഞിട്ട് കുത്താൻ പാടില്ല. അതിൻ്റെ ഉൾവശത്തുകൂടി തന്നെ വേണം കുത്തിയിട്ട് നീട്ടിലെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെയൊന്ന് കുത്തി കൊടുക്കാം. അതിനുശേഷം ത്രെഡ് നീഡിലിൻ്റെ ബാക്ക് വശത്തൂടെ ഇതുപോലെ എടുത്തു കൊടുത്താൽ മതിയാവും. ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്കിത് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ സൂം ചെയ്ത് കാണിച്ചു തരുന്നതാണ്. ഇതുപോലെയാണ് നമുക്ക് സ്റ്റിച്ച് കിട്ടുക. ഇതിപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ച് കാണുമ്പോൾ മനസ്സിലാകുന്നില്ലേ, നമ്മുടെ ചെയിൻ സ്റ്റിച്ചിന് ചെറിയൊരു വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ. സ്റ്റിച്ച് ബോർഡിൽ ലൈന് മാർക്ക് ചെയ്തില്ലേ, അത്രയും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. ഈ ത്രെഡ് വലിച്ചു കൊടുക്കുന്ന സമയത്ത് ഒത്തിരി ടൈറ്റായിട്ട് വലിച്ചു കൊടുക്കേണ്ട. നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ ഫെദർ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കാണാത്തവർ പോയി കണ്ടു നോക്കുക. അതുപോലെ തന്നെ ഈ സ്റ്റിച്ചുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നമ്മൾ ട്വിസ്റ്റഡ് ചെയിൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലുക്ക് ഇതുപോലെയാണ് ഉണ്ടാവുക.